ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ സൂക്ഷ്യം കണ്ടും വരുക. നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ ചക്രയുഗം എന്ന് പറയത്തില്ലേ, ഫുള്ളും ചുറ്റും വനമാണ്, അതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ. ഇവിടെ ഐ ഡി ഉണ്ട് കേട്ടോ, എയർടെലിനെ ഉള്ളൂ ഇല്ലാത്ത. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഏഴുംകുളം, അടൂർ ഏഴുംകുളം പോകുന്ന റോഡാട്ടോ. ഈ റോഡിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണിച്ചു തരാം. ഒരു കനാലൊക്കെ പൊളിച്ച് പാലം പണിയുമാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് മാറി തിരിഞ്ഞൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പാടം മാങ്കോട് വഴി പുനലൂർ പോകാനാണ്. അപ്പോൾ പാടം എന്ന് കുറേ അടിപൊളി സ്ഥലമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് ഇന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടാണ് ഏഴുംകുളം ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഏഴുംകുളം ദേവീക്ഷേത്രമാണ് നമ്മൾ ഈ വലത് സൈഡ് കാണുന്നത്. താഴെയാണ് ക്ഷേത്രം. ദേവീക്ഷേത്രം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ ഗരുഡത്തൂക്കോ ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ അതിനെ കാണിച്ചു തരാം. ക്ഷേത്രമാണ്. നേരെ ചെന്ന് കയറുന്ന ക്ഷേത്രത്തിൽ റോഡ്. ഇതാണ് ഏഴുംകുളം ദേവീക്ഷേത്രം. ഈ വഴി വന്നപ്പോൾ ഈ ക്ഷേത്രം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഇനി നമ്മൾ കനാൽ വഴി, കനാലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കയറി അങ്ങ് പത്തനാപുരം, കായംകുളം പത്തനാപുരം പോകുന്ന റൂട്ടിൽ കയറിയിട്ട് അവിടുന്ന് പിന്നെ കലഞ്ഞൂർ പോയി, കലഞ്ഞൂർ നേരെ പാടം പോയി, പാടം നേരെ നമ്മൾ ആ വഴി കൂടെ പുനലൂർ പോകാനാണ്. കാരണം പാലം ഇവിടെ ഒരു കനാലായിരുന്നു, അത് പൊളിച്ചേക്കാം. ഈ വഴി ബസ്സൊന്നുമില്ല, ബസ് റൂട്ടൊക്കെ ഉള്ള വഴിയാണ്. പക്ഷേ പാലം പൊളിച്ചുകൊണ്ട് ബസ്സൊക്കെ പറക്കോട് വഴിയാണ് പോകണം. നമുക്ക് ചെറിയൊരു ബൈ റോഡുണ്ട് കേട്ടോ, ചെറിയൊരു ഇടവഴി പോലത്തെ ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി കൂടെ നമുക്ക് കയറി അങ്ങ് അതുകൊണ്ട് അപ്പുറത്ത് ഇറങ്ങാം, ആ പാലത്തിൻ്റെ അപ്പുറം ഇറങ്ങാം. വണ്ടി വന്നപ്പോഴേ ഒഴിഞ്ഞെടുക്ക സ്ഥലമൊന്നുമില്ല, ചെറിയ ഒരു നമ്മുടെ വലസൈഡ് കാണുന്നത് കനാലാണ് കേട്ടോ. അത് മെയിൻ കനാലാണെന്ന് തോന്നുന്നു. നല്ല വീതിയൊക്കെ ഉണ്ട്, നല്ല രീതി വെള്ളമുണ്ട്. ചെറിയ പാലമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കനാലിൽ മീനുണ്ടോ ഗൈസ്? കാരണം അവിടെ കുറുകെ വല കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് മീൻ പിടിക്കാനായിരിക്കും. ഇത് മീനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഒഴുക്കമുള്ളൂ അല്ലയോ. അതിൽ തോടൊക്കെ ആണെങ്കിൽ ശരി നോക്കാം, ഇതിനകത്ത് മീൻ കാണും. ഇവിടെ രണ്ട് ഷട്ടറുണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ എന്തായാലും കൊള്ളാമല്ലേ. ഗൈസ് ഇവിടെ രണ്ട് ഷട്ടറാണ് കേട്ടോ. ഒരു ഷട്ടർ ഉണ്ട് ഇവിടെ, ഒരു ഷട്ടർ ഉണ്ട് അവിടെ. കനാൽ ഇവിടെ നിന്ന് തിരിയുക കേട്ടോ, സ്പ്ലിറ്റ് ചെയ്യുക കനാൽ ഇവിടെ നിന്ന്. അപ്പോൾ ഇങ്ങോട്ടും കനാലുണ്ട്, അങ്ങോട്ടും കനാലുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് 3 ഷട്ടറും അത് 2 ഷട്ടറുമാണ്. നമുക്ക് നേരെ മെയിൻ ഹൈവേ കയറാം.
മെയിൻ ഹൈവേ കയറിയിട്ട് പിന്നെ കലഞ്ഞൂർ പോകണം. ഇതൊരു കാവൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ഓഫ് റോഡ് അടിച്ച് ഇങ്ങനെ പോവാം സൈഡിൽ കൂടെ. എനിക്ക് തോന്നുന്നു ഇത് സബ്ബാന്ന് തോന്നുന്നു കേട്ടോ. ഈ കനാൽ സബ്ബ് നമ്മൾ ആദ്യം കയറി വന്നില്ലയോ, അതൊക്കെ മെയിൻ കനാലാണ് കേട്ടോ. ഇത് സബ്ബാന്ന് തോന്നുന്നു. അത് ഇത് മെയിൻ കനാൽ തന്നെയാണോ? ചെറിയ ഓഫ് റോഡ് അടിച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ മെയിൻ ഹൈവേ എത്താറായിട്ടോ. ഇത് പറഞ്ഞാൽ പത്തനാപുരം കായംകുളം പോകുന്ന റോഡിലാണ് നമ്മൾ ചെന്ന് കയറുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇടുമണ്ണൂർ എന്നൊരു സ്ഥലമുണ്ട്. ഇടുമണ്ണൂറിൽ നിന്ന് 4 കിലോമീറ്റർ പോയാൽ കലഞ്ഞൂരാവും. കലഞ്ഞൂർ പിന്നെ നേരെ കിടക്കുന്ന റോഡ് പോയാൽ പാടം മാങ്കോട് ആ റോഡാവും. അങ്ങനെ മെയിൻ ഹൈവേ കയറി പോകണം. ഈ കാണുന്നതാണ് മരുതോട് പള്ളി കേട്ടോ. ഫേമസായ പള്ളിയാണ്. ഇവിടെ ഭയങ്കര ആളാണ്. വെള്ളിയാഴ്ച സമയത്ത് രാവിലെയൊക്കെ നല്ല ആളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വഴി തേടി പോകാം കേട്ടോ. ഈ പാടം മാങ്കോട് വഴി നമ്മൾ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ വഴികളിങ്ങനെ കണ്ടു. ഇപ്പോൾ പത്തനാപുരം പുനലൂർ വഴി പോകുന്നത് അപ്പുറം ഇപ്പുറം നമ്മൾ എന്നും കാണുന്ന കാഴ്ചയല്ലേ. ഇതാണെങ്കിൽ ഞാൻ പോയിട്ടില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥിരം പോകുന്ന വഴിയിലെ കാഴ്ചകൾ നമുക്കറിയാം. അവിടെ ഇതുണ്ട്, അവിടെ വളമുണ്ട്, അല്ലെങ്കിൽ പാലമുണ്ട്, അല്ലെങ്കിൽ അവിടെ വയലാണ്, ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അറിയാത്ത സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. അവിടെ ചെന്നാൽ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ അവിടെ എന്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പാടം വഴി പുനലൂർ പോകാൻ. ഇത് ഇപ്പം സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇളമണ്ണൂരല്ലേ? ഇളമണ്ണൂർ സ്ഥലമായിട്ടോ. ഇനി കുറച്ചും കൂടി പോയി നമ്മളിവിടുന്ന് ഇടത്തോട്ട് തിരിയണം. ഈ റോഡ് നേരെ പോയാൽ പത്തനാപുരമാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോയാൽ കലഞ്ഞൂരാവും. ഇവിടെ ഇടത്തോട്ട് തിരിയും കേട്ടോ. നമ്മളിവിടുന്ന് ഇടത്തോട്ട് തിരിയാണ്. ആദ്യം നമ്മൾ കലഞ്ഞൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. കലഞ്ഞൂർ അമ്പലം എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം. അവിടെ ചെന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യം കാണാം. അതിൻ്റെ ഇടയ്ക്ക് നല്ല കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ ഉറപ്പാണ് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കലഞ്ഞൂർ എത്തി കേട്ടോ. കലഞ്ഞൂർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലെ ഗോപുരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് കലഞ്ഞൂർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡുള്ള ഗോപുരം. അപ്പുറ സൈഡാ ഫ്രണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 2 കൊടിമരമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. മിക്ക ക്ഷേത്രത്തിലും ഒരെണ്ണമാണെങ്കിൽ ഇവിടെ 2 കൊടിമരമാണ്. മെയിനായിട്ടും അയ്യപ്പനും ശിവനുമാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ കേട്ടോ. ഇവിടെ ഒരു വർഷത്തിന് 2 വട്ടം ഉത്സവമുണ്ട്. രോഹിണിക്കുണ്ട്, ശിവരാത്രിക്കുണ്ട് ഇവിടുത്തെ ഉത്സവം. നമ്മുടെ ക്ഷേത്രം കേട്ടോ കലഞ്ഞൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കൂടെ കാണിച്ചു തന്നേക്കാം. ഇതാണ് ഗായ്സ് തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഗോപുരം. നമ്മൾ ആദ്യം കണ്ടത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ പാടത്തേക്ക് പോകാം.
തെറ്റി എന്നൊക്കെ സ്ഥലത്തുണ്ടല്ലോ. ആദ്യം നല്ല വീതിയുള്ള റോഡാണെങ്കിൽ പിന്നെ റോഡൊന്ന് ചുരുങ്ങി കേട്ടോ. ഇതൊക്കെ പഴയ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ അല്ലാതെ കാട് പിടിച്ച് കിടപ്പുണ്ട് ഇവിടെയൊക്കെ. നേരായ വഴിയുണ്ട് കേട്ടോ. പത്തനാപുരപ്പുള്ളിലൊരു നേരായ വഴിയുണ്ട്. എനിക്ക് അഞ്ചപ്പോള്ള, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്ഥിരം പോയ വഴി കൂടെ പോകുമ്പം കാഴ്ചകൾ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാകുമ്പോൾ ഒരു വെറൈറ്റി വേണം. അതുകൊണ്ടാണ് ഈ വഴി ഞാൻ തിരഞ്ഞെടുത്തത് കേട്ടോ. കുറച്ചും കൂടെ കയറി വന്നേ ഉള്ളൂ. അതിനിപ്പോൾ തന്നെ കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. വാഴപ്പാറ എന്നാ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വാഴപ്പാറ എന്ന്. കാരണം വനമായി കേട്ടോ. കുറച്ചും കൂടെ കയറിയപ്പോഴേ വനമായി. എനിക്കത് പാടം വനത്തിലുള്ളൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു കേട്ടോ. പാടം ഇവിടെ ആരൊക്കെ തീ കത്തിച്ചു തോന്നല്ലോ. കുറേ നേഴ്സറി ഉണ്ട് കേട്ടോ ഇവിടെ. എന്താ അങ്ങനെ നമ്മുടെ മുന്നിലൊരു അക്വഡക്റ്റ് കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തെമ്മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. വലുതുകര കനാലും മറ്റേത് ഇടതുകര കനാലും. കൊള്ളാം. ഞാൻ ഇങ്ങോട്ടൊന്നും അങ്ങനെ വന്നിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഈ കാഴ്ചകൾ എനിക്ക് പുതുമ തന്നെയാണ്. കാരണം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നത്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാം ഒരുമിച്ചാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സൗണ്ട് എത്രമാത്രം ക്ലിയർ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ മൈക്ക് വെച്ചിട്ടില്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ക്യാമറയിലെ നോർമൽ ഉള്ള മൈക്ക് വെച്ച് സംസാരിക്കുന്നത്, അല്ലാതെ അഡീഷണൽ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതല്ല എത്രമാത്രം ക്ലിയർ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ ഇച്ചിരി ഉറക്കി സംസാരിക്കുന്നത് അത് കിട്ടാൻ വേണ്ടി. എന്നാലും ഈ ബാക്ക്ഗ്രൗണ്ട് ഈ സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കും, നോയ്സൊക്കെ ഒരുമാതിരി ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എടുത്ത് നോക്കിയാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇത് എടുത്ത് നോക്കുമ്പോൾ അറിയാം എത്രമാത്രം ക്ലിയർ ഉണ്ടെന്നേ. എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് ഇതുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ മിനി കൊടൈക്കനാൽ എന്ന് പറഞ്ഞ കൊടൈക്കനാൽ 320 കിലോമീറ്ററുണ്ട്. അത് ഉറങ്ങാതൊക്കെയാണ് പോയത്. ഒരുപാട് കഷ്ടപ്പെട്ടു. അത് നിങ്ങളെന്ന് കാണിക്കണം. ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം പിന്നൊരു കാര്യം, എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ആരും ചെയ്യുന്നില്ല. ലൈക്ക് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. ലൈക്ക് എല്ലാവരും ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് വീഡിയോകൾ ചെയ്യാനുള്ളൊരു എന്താ പറയുന്നത് ഒരു ഉത്സാഹവും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യൂ ആണ്. ഇപ്പം വനം മാറി മൊത്തം റബ്ബർ തോട്ടമായി. എന്താല്ലേ ഉള്ളിനിരപ്പ് ഒത്തിരി സ്ഥലമാണ്. ഉള്ളിനിരപ്പ് മുള്ളിൽ നിരപ്പ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെയൊക്കെ സ്ഥലമുണ്ടെന്ന്, ഇങ്ങനെ സ്ഥലമല്ല, ഇങ്ങനെ സ്ഥലത്തിന് പേരൊക്കെ ഉണ്ടെന്നേ. നമ്മളൊക്കെ വന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാലേ മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ നമ്മളൊന്നും അറിയത്തില്ല. ഈ മുള്ളിനിരപ്പ്, വാഴപ്പാറയോ എന്നാ കണ്ടില്ലേ. ഈ പാടവും തന്നെ ചിലവർക്ക് അറിഞ്ഞുകൂടാ. പാടം, പിന്നെ മാങ്കോട്, പിന്നെ വെള്ളം തെറ്റി എന്നൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഈ റോഡ് നേരെ പോയ വെള്ളം തെറ്റി പോകുന്ന റോഡാട്ടോ. പാടം, മാങ്കോട്, വെള്ളം തെറ്റി എന്ന റോഡാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ മറന്നുപോയി. നമ്മൾ ഈ വരുന്ന വഴി ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ, അതിൻ്റെ കാര്യം വിട്ടുപോയി. ഒരുപാട് ഇനി തിരിച്ചു പോകണമെങ്കിൽ ഇതിന് ഒരുപാട് പോകണം. അപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് വെള്ളം കാണാൻ വളരെ സാധ്യത വളരെ കുറവാണ്.
സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചു പോകുന്നില്ല. എന്തെങ്കിലും ഒരു മഴക്കാലത്ത് ഞാനിവിടെ വന്നിട്ട് ഞാൻ ആ വെള്ളച്ചാട്ടം നല്ല രീതിയിൽ കാണിച്ചു തരാം. സംഭവം അതൊക്കെ കൈതയാട്ടോ. കൈത മറ്റേ കൈച്ചക്കയില്ലേ, കൈച്ചക്കാണ് നട്ടേക്കുന്നത്. ഇവിടെ എല്ലാം പാറകൾ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ തീർച്ചയായും കാണിച്ചത്. അതെന്താ സൗണ്ട് കേൾക്കുന്നത്? വേഴാമ്പൽ. ഇവിടെ വന്നപ്പോൾ വേഴാമ്പലിനെ കാണാൻ പറ്റി. ക്യാമറയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നോട് കാണുന്നുണ്ട്. വേഴാമ്പലാട്ടോ. വേഴാമ്പലല്ലേ? വേഴാമ്പലാണ്, വേഴാമ്പല. കൊള്ളാലോ. ഈ റബ്ബറില്ലാതെ, ഈ റബ്ബറല്ലാതെ വലിയ കാടൊക്കെ ആണെങ്കിൽ രസമായിരുന്നു. എനിക്ക് അങ്ങോട്ട് കൊടും വനം കേട്ടോ. എന്തായാലും കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. പണ്ടൊക്കെ ഈ റബ്ബറിന് വരെ വനമായിരിക്കുമേ. ആ വനമൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അവിടെ റബ്ബറായിട്ട് മനുഷ്യന് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത ചൂടും. ഉള്ള എസ്റ്റേറ്റ് ആട്ടോ. കൊള്ളാമില്ല. നമ്മൾ ആ കലഞ്ഞുകൊണ്ട് കയറി വന്നപ്പോൾ കുറച്ച് ഭാഗത്ത് വനമായി, പിന്നെ അത് എസ്റ്റേറ്റായി മാറി. സത്യം നമ്മുടെ കൊല്ലം ജില്ലയിൽ കുറേ നമ്മൾ കാണാത്ത കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. കണ്ടതുമുണ്ട്, കാണാത്തതുമുണ്ട്. കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു മനസ്സിനൊരു സന്തോഷം. കാരണം നമ്മൾ പോയ വഴി സ്ഥിരം പൊയ്ക്കൊണ്ടിരിക്കുമെന്ന് വെച്ചു. പക്ഷെ നമുക്ക് അവിടെ ഇതുണ്ട് അങ്ങനെയാണല്ലോ എന്നൊക്കെ മനസ്സിലാകും. പക്ഷെ പോകാത്ത സ്ഥലത്ത് നമുക്ക് ഒരിക്കലും നമുക്കത് ഇതുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ പാറ കേട്ടോ, ഇവണ്ടം പാറകളാട്ടോ. അതുകൊണ്ട് ആ സൈഡൊക്കെ അവിടെയൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കൊടും വനവും വലിയ വലിയ പാറകളും. നമ്മുടെ ഏകാന്തമായ ഒരു ഗ്രൗണ്ടിൻ്റെ മുന്നിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേരെന്തോ നോക്കട്ടെ. മാങ്കോട്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മാങ്കോട് കേട്ടോ. ഇത് മാങ്കോട് കൂടൽ എന്ന് പറയുന്ന റോഡാണ് കേട്ടോ. ഇത് നമ്മളൊന്നും കയറിയില്ല. ആ റോഡ് കൂടൽ മാങ്കോട് വഴി കയറി വരുന്ന റോഡാണ്. നമ്മൾ വന്നത് കലഞ്ഞൂർ വഴി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കലഞ്ഞൂർ വന്ന കാര്യം മറ്റേ വാട്ടർ ഫാൾസ് ഉണ്ടല്ലോ, അവിടെ കാണിക്കാം നേരിച്ചിട്ടാണ്. പക്ഷേ സംഭവം വിട്ടുപോയി. 2, 3, 4 വഴി. അടാറ് വെയിലാട്ടോ. ഇതാണ് മാങ്കോട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. ഞാൻ ആദ്യം കരുതിയത് പാടം കഴിഞ്ഞിട്ടാണ് മാങ്കോടെന്ന്. സത്യത്തിൽ മാങ്കോട് കഴിഞ്ഞിട്ടാണ് പാടം കഴിഞ്ഞിട്ടാണ് വെള്ളം തെറ്റി. നോക്കട്ടെ, നമുക്ക് വെള്ളം തെറ്റി പറ്റുമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എന്തായാലും ഇവിടെ ഒരു വന്നേയില്ലയോ. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി. എണ്ണ അടിക്കാൻ മറന്നുപോയി. എവിടെയൊക്കെ ചെന്ന് കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം പറഞ്ഞ് ഇങ്ങനെ പോന്നു. എണ്ണ അടിക്കാൻ മറന്നുപോയി. അയ്യോ തെള്ളേണ്ട ഒരു വന്നു. ഇതിൽ തന്നെ ഇവൻ തെള്ളിച്ചിട്ടില്ല. അത് വിശ്വാസമുണ്ട്. എണ്ണ കാണും, കുഴപ്പമില്ല. ഇതെല്ലാം നമ്മൾ മെയിൻ റോഡ് ഇറങ്ങി നമ്മൾ ഉറപ്പായിട്ട് എണ്ണ അടിക്കുന്നു. മറന്നാൽ പിന്നെ നമുക്കൊന്നും രക്ഷയില്ലായിരുന്നു. എണ്ണ തീരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചെറിയ ഓഫ് റോഡായിട്ടോ. വല സൈഡ് കാട്, ഇട സൈഡ് റബ്ബർ എസ്റ്റേറ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഓഫ് റോഡും. കൊള്ളാം. ഇവിടുന്ന് 2 റോഡായിട്ട് തിരിയുന്നുണ്ട്. ഇവിടെ AVTയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ കാണുന്നത് കൈതത്തോട്ടമാണ്. കൈതച്ചക്കത്തോട്ടം നട്ടേക്കും. അടിപൊളി.
രാജഗിരി റോഡ്. ഇങ്ങോട്ട് പോകാം. പിന്നെ ഒരു നമുക്ക് ഈ വഴി അങ്ങോട്ട് പോകാം കേട്ടോ. അതിമനോഹരമായ ഒരു സ്ഥലം. നമ്മുടെ വലസൈഡ് ഫുള്ള് കാടാട്ടോ. ഇപ്പോൾ വലസൈഡ് കാടും ഇട സൈഡ് കൈതത്തോട്ടും. കൊള്ളാം. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി റോഡാട്ടോ. ഓഫ് റോഡ് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കിടക്കും. ഞാനൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവുക. പൾസർ കയറിക്കോളും, പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരു ഓഫ് റോഡ് ബൈക്കാണെങ്കിൽ അതിൻ്റെ അത്ര ഒന്നും ഒരു കയറത്തില്ല. പിന്നെ പൾസർ 125 ഉപയോഗിക്കുന്നൊരു എത്ര മൈലേജ് കിട്ടുമെന്ന് പറയണേ. എനിക്കിപ്പം കിട്ടുന്നത് 59 ആണ്. 59 1 ലിറ്റർ കിട്ടുന്നത്. ചിലവർക്ക് അത് കുറവുണ്ടെന്ന് പറയുന്നുണ്ട്, ചിലർക്ക് അത് കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് ആദ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടിയായിരുന്നു കേട്ടോ. ആദ്യം നല്ല രീതിയിൽ എനിക്ക് മൈലേജ് കിട്ടിയായിരുന്നു. എനിക്ക് 64 65 ഒക്കെ കിട്ടിയായിരുന്നു. അയ്യോ, നമ്മുടെ നേരെ കാണുന്നൊരു ഊറ്റം മല. നിങ്ങൾ കാണുന്നുണ്ടോ ഗായ്സ്? പോകണ്ട, അവിടെ നിന്ന് ഇങ്ങനെ പോകും. എനിക്ക് തോന്നുന്നു അതൊക്കെ അച്ചൻകോവൽ ഭാഗമാണെന്ന് തോന്നുന്നു. അച്ചൻകോവൽ അങ്ങോട്ട് തമിഴ്നാട് ഭാഗമാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ 2 ഈ വൈസർ, ഹെൽമെറ്റിൻ്റെ വൈസർ ഭയങ്കര ലൂസാട്ടോ. ഹെൽമെറ്റിൻ്റെ വൈസറേ ഭയങ്കര ലൂസ്. അതുകൊണ്ട് ഈ കുടി അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കട്ട കാണുമ്പോൾ ഓട്ടോമാറ്റിക് ഗ്ലാസ് ഒന്ന് അടയുകയാണ്. ഇപ്പോൾ എൻ്റെ വല സൈഡിലെ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം നല്ല തണുപ്പും ഒരു ഭാഗം നല്ല ചൂടുമാണ് കേട്ടോ. കാരണം വല സൈഡ് വനമായതുകൊണ്ട് നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇട സൈഡ് റബ്ബർ തോട്ടം ആയതുകൊണ്ട് നല്ല രീതിയിൽ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു. അടൂർ പന്തളം, പാടം പന്തളം. ഇവിടെ ബസ്സുണ്ട് കേട്ടോ, ഇങ്ങോട്ടൊക്കെ ബസ്സുണ്ട് കേട്ടോ. കൂറ്റ മലകളും വനവും ആയിട്ട് ഉള്ള ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ടതിൽ ഏറ്റവും ലെന്തുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം അത്രമാത്രം നല്ല കാഴ്ചകളുണ്ട്. പാടത്തേക്ക് മാങ്കോടും വരാത്തൊരു ഉറപ്പോട്ട് വരിക. കാരണം ഇവിടെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഇവിടെ. ചില ചോദിക്കും അവിടെ പോയി അവിടെ എന്ത് കാണാനുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഓരോ നാടിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ പാടം ഇതൊക്കെ എങ്ങനെ എങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിലും കൂടെ നമ്മൾ നേരെ പോവാം. അങ്ങനെ നമ്മളിപ്പോൾ പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചേട്ടാ ഈ റോഡ് നേരെ പോയാൽ കൂടെ വരും. ഇത് നേരെ പോയാൽ എവിടെ ചെല്ലുന്നത്? നേരെ പോയാൽ വെള്ളം തിരിക്കും. ഈ റോഡ് നേരെ പോയാൽ വെള്ളം തെറ്റി പോകും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്നാൽ നമുക്ക് നേരെ വെള്ളം തെറ്റി പോകാം കേട്ടോ. എന്നാൽ നമുക്ക് നേരെ വെള്ളം തെറ്റി പോവാം. വെള്ളം തെറ്റി എന്തൊക്കെയാണ് ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതൊരു വനമാണ് കേട്ടോ. വെള്ളം തെറ്റിൽ വനമാണ് കേട്ടോ. ഞാൻ കടമാങ്കോട് ഒരു വീടിട്ടായിരുന്നു. കടമാങ്കോട് വീടിട്ട സമയത്ത് ഇതുപോലായിരുന്നു. കാരണം ചുറ്റും വനമായിരുന്നു. വനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്രാമം. അതേപോലെ
ഇതും അങ്ങനെ തന്നെ കേട്ടോ. ഈ പാടവും അങ്ങനെ ചുറ്റും വനമാണ്, എന്നാൽ ചെറിയൊരു ഗ്രാമമാണ്, കൃഷിയും വീടുകളും. പക്ഷേ കടമാങ്കോടിനെക്കാട്ടിലും കുറച്ചും കൂടുതലും ജനവാസ കേന്ദ്രമുള്ളത് ഈ പാടം എന്ന സ്ഥലത്താണ്. കൊള്ളാമല്ലേ? ഒരു എന്താ പറയുക, ഒരു നാട്ടിൻപുറം. ഇതൊക്കെ കത്തിച്ചാന്ന് തോന്നുന്നു. ഇതൊക്കെ പഴയ കടമുറികൾ. ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവരോട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ പാടത്തുനിന്ന് വെള്ളം തെറ്റിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച കേട്ടോ. കൊള്ളാമല്ലേ? പക്ഷേ ചെറിയൊരു തീ മതി, ഈ മൊത്തം കത്തിപ്പോവും. അതുകൊണ്ട് ഇവിടെ കാട്ടുതീ തടയുക എന്ന് ബോർഡൊന്നും ഞാൻ കണ്ടില്ല. പറയാൻ പറ്റത്തില്ല. ചിലവന്മാരെ വന്ന് ഇവിടെ നിന്ന് വീഡിയോ എത്തിച്ചാൽ മതി. വീഡിയോ സിഗരറ്റ് കത്തിച്ചാൽ തീർന്ന് കത്തി ഒരു പോക്ക് പോവും. ഇവിടെ ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. വീണ്ടും ഇട സൈഡ് വനമായി, വല സൈഡ് റബ്ബറും തോട്ടമായി. കുറച്ച് മുമ്പ് വല സൈഡ് വനവും ഇട സൈഡാണ് ഇന്ന് റബ്ബറും തോട്ടവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുവാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിപ്പോൾ രണ്ട് സൈഡ് റബ്ബറും തോട്ടമുള്ളൊരു റോഡിൽ കൂടെ നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാടത്തു നിന്ന് നേരെ വെള്ളം തെറ്റിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം കൊള്ളാം, നല്ല തണലുണ്ട്. ഈ വഴിക്ക് ആദ്യമായിട്ട് പോകുന്നുണ്ടേ. മുമ്പിൽ ഇനി എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകമേറിയ ഒരു ഫീല്. രണ്ട് റോഡുണ്ടല്ലോ. തട്ടിപ്പോയല്ലേ? എനിക്കൊന്ന് വെള്ളം തെറ്റിയായോ? നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി പോലല്ല കേട്ടോ. ഇവിടെയൊക്കെ ചെറുതായി കണ്ടേ, ഇങ്ങനെ ചെറുതായി വഴി. തടി മുറിച്ച് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. എൻ്റെ വലസൈഡാണെങ്കിൽ നല്ല അടിപൊളി മനോഹരമായ കാഴ്ച കേട്ടോ. മറ്റേ മല. ഇതിപ്പോൾ എങ്ങോട്ട് നീറുന്ന വഴിയാണെന്നോ. ചെറിയ റോഡായി മാറി. ചെറുതാണല്ലോ റോഡ്. കൊടു വനത്തിലോട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോറി. പണ്ടൊക്കെ ഈ കമ്പനി പറയത്തില്ല, അശോക് ലൈലാൻഡ് വണ്ടി ഇന്നും നമ്മൾ പറയത്തില്ലല്ലോ. പണ്ട് നമ്മൾ കൊച്ചിയിൽ പറയുന്നത് പാണ്ടിൽ ലോറി വരുന്നത് പാണ്ടിൽ ലോറി. നമ്മുടെ ലോറിക്ക് ഫ്രണ്ടുണ്ട്, തള്ളിയിരിക്കുന്നുണ്ട്. പാണ്ടിൽ ലോറിക്ക് തള്ളിയിരിക്കില്ല. സത്യം പറഞ്ഞാൽ ചെറിയൊരു ഓഫ് റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഫുൾ വനത്തിൽ കയറിയെന്നും പറയാൻ പറ്റില്ല. കാരണം വല സൈഡ് വീടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഇട സൈഡ് കാടുമാണ്. ഈ സ്ഥലമാണ് വെള്ളം തെറ്റി. ഈ ഗൂഗിൾ മാപ്പിട്ട് നോക്കണം. ഒരു അപ്പൂപ്പ എന്നെ രൂക്ഷമായി നോക്കുന്നു. ആൾത്താമസമില്ലാതെ പൊളിഞ്ഞു പോയ ഒരു വീട്. കേരള വനം വന്യജീവി വകുപ്പ് ജാഗ്രത. വന്യജീവികൾ റോഡ് മുറിച്ച് കടക്കുന്ന മേഖല. യാത്ര അപകടകരം. ഓക്കെ. പുനലൂർ ഡിവിഷൻ, കുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ, പത്തനാപുരം റേഞ്ച്.
അങ്ങനെ നമ്മളിപ്പോൾ വെള്ളം തെറ്റി എത്തിയില്ല. ഇനി നമ്മൾ ഫുള്ള് വനത്തിലോട്ട് കയറും കേട്ടോ. ഇവിടെ സൈഡ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്കിനി കയറാം. നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഉണ്ട് ആ സൈഡൊക്കെ. വനത്തിലോട്ട് കയറുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, കാരണം ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. പിന്നെ വനത്തിൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വനം നല്ല ശാന്തതയായിരിക്കും. വനം എനിക്ക് ഇഷ്ടമാണ്, അതുപോലെ പേടിയാണ്. രണ്ടും കൂടി ഈക്വലായിട്ടുള്ള സംഭവം കേട്ടോ വനം. കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ സ്ഥിരം പോയ വനമാണെങ്കിലും നമുക്ക് ചില സമയത്ത് പേടിയാവും. പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, വനം കാണാൻ നല്ലതല്ലേ. അങ്ങനെ നമ്മൾ കൊടും വനത്തിലേക്ക് നമ്മൾ പോവുകയാണ് കാഴ്ച. കൊടും വനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോൺ അടിക്കരുത്. നമ്മൾ ഈ ഫോൺ അടിച്ച് മറ്റുള്ളവരെ നമ്മൾ ശല്യപ്പെടുത്തരുത്. മറ്റുള്ളവരെന്ന് ഉദ്ദേശിച്ചത് കാട്ടിലുള്ള ജീവികളെയാണ് ഞാൻ മറ്റുള്ളവരെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒരു ചിലവരുണ്ട് കാട്ടിൽ കയറി കഴിഞ്ഞാൽ കൂവി വിളിച്ചലറി ഫോണും അടിച്ച് ഇങ്ങ് പോകും. ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ശാന്തമായിട്ടുള്ള വനം എന്ന് പറഞ്ഞാൽ ശാന്തമാണ്. ശാന്തമായിട്ട് തന്നെ നമ്മൾ പോയി അതൊക്കെ ഒന്ന് ആസ്വദിക്കുക. കുറേ നേരം അവിടെ നിൽക്കുകയും ചെയ്യരുത്, വനമാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓടിത്തിരിയാനൊന്നും പറ്റത്തില്ല, വനമായതുകൊണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെ ചെറിയൊരു അരുവിയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകില്ല, കാരണം ഇതുപോലത്തെ ഏരിയയിൽ ചില മൃഗങ്ങൾ ഉച്ച സമയമായതുകൊണ്ട് വെള്ളം കുടിക്കാൻ വരും. അപ്പോൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ അത് അവർക്കും ഒരു പ്രശ്നമാവും, നമുക്കും പ്രശ്നമാവും. നമ്മൾ അറ്റാക്ക് വന്ന് അപ്പോഴേ തീരും, അത് ജീവനം കൊണ്ട് ഓടുകയും ചെയ്യും. കാരണം മനുഷ്യന് ചിലപ്പോൾ മൃഗങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. ഇതുപോലത്തെ വീഡിയോകളായിരിക്കും ഞാൻ കൂടുതലും ചെയ്യുന്നത്. കാരണം ഞാൻ പോയ സ്ഥലം ഇപ്പോൾ അമ്പലമായാലും അതേപോലെ ഇതുപോലത്തെ സ്ഥലങ്ങളായാലും എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തും. അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെയൊക്കെ വീഡിയോകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ബാക്കിൽ കൂടെ നോക്കിയേക്കാം, കുഴപ്പമില്ല എന്നാ തോന്നുന്നത്. നമ്മൾ ചില വനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമെങ്കിലും ചെറുതായിട്ടെങ്കിലും എർത്ത് കൊടുക്കും. ഇവിടെ അതൊന്നും ഇല്ല. ഇവിടെ കൂടെ ആൾക്കാരൊക്കെ പോകുന്ന അവിടെ ചെറിയൊരു കെട്ടിടം കണ്ടു, വീടാന്ന് തോന്നുന്നു കേട്ടോ. അത് വീടാ. അപ്പോൾ ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഭാഗത്ത് നമ്മൾ ഉൾവനം പോലെ തോന്നുമെങ്കിലും ഇത് ഉൾവനം തന്നെയാണ്. പക്ഷേ വീടും ഉണ്ട് കേട്ടോ. ഇവിടെ 2-3 വീടൊക്കെ കണ്ടു. പിന്നെ റബ്ബർ തോട്ടം എവിടെ ചെന്നാലും കാണുന്ന സാധനമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മിക്കയിടത്ത് ചെന്നാലും ഈ റബ്ബർ തോട്ടം കാണാം നമുക്ക്. റബ്ബർ തോട്ടം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അത് അവിടെ ആൾക്കാരും ഒക്കെ ഉള്ള ഒരു ഏരിയ. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴേ നമ്മൾ അവിടെ പോയിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ ആ വെള്ളച്ചാട്ടം കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നോക്കി അത് കാണാൻ പറ്റും കേട്ടോ. വീണ്ടും റബ്ബർ തോട്ടമാണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കൂടെ കയറുന്ന ഞാൻ വിചാരിച്ചത് ഉൾവനമാണ്. നമ്മൾ ഇനി ഫുള്ള് വനത്തോട്ട് കയറിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ വനത്തോട്ട് കയറിയത് പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെയൊക്കെ വീടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വീടുണ്ട് കേട്ടോ. ഒരു 10-20 വീടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ട അരുവില്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു അരുവി ഉണ്ടെന്ന്. അരുവി ഇങ്ങനെ ഒഴുകി കാണണ്ടേ ഇവിടെ. അയ്യോ, ഇപ്പം മുടുങ്ങുത്ത് വീണാൻ. അങ്ങോട്ട് വഴിയുണ്ട്, ഓഫ് റോഡാണല്ലോ. ഗായ്സ്, ഇനി അങ്ങോട്ട് നല്ല ഓഫ് റോഡാണ് കേട്ടോ. നല്ല തണുപ്പായിരിക്കും. മീൻ ഇഷ്ടം പോലെ ഉണ്ട്. ഓഫ് റോഡാണ് കേട്ടോ. നടന്നു കയറി നോക്കിയിട്ടില്ല. ഇത് ഭയങ്കര ഓഫ് റോഡാണ്. എന്തായാലും ഞാനിനി ഇങ്ങോട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ഇരിക്കുന്നത് ഓഫ് റോഡ് പോകുന്ന സൈസ് ബൈക്കല്ല എൻ്റെ ഇരിക്കുന്നത് പൾസർ 125. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതേ ഉള്ളൂ കേട്ടോ.
കയറിപ്പോവും, പക്ഷെ വേണ്ട. വണ്ടിക്ക് എന്തൊരു ചെറിയ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ട്. ഒന്നാമത് വണ്ടിയിൽ ഇന്ധനം വളരെ വളരെ കുറവാണ്. എൻ്റെ ബൈക്ക് ഞാൻ അവിടെ വെച്ചിട്ട് നടന്നു വരിക. ബൈക്കുകാരെ അടിച്ചുകൊണ്ട് പോത്തിരുന്നു തോന്നുന്നേ. ഇവിടെയൊക്കെ എർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടായിരിക്കും കൊടും വനത്തോട്ട് കയറി പോകുന്നത്. പക്ഷെ എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് പോയിട്ടെ നമുക്ക് വേറെ ഏതെങ്കിലും വഴി കൂടെ നമുക്ക് നെല്ലൂർ പോവാം. ഇതിപ്പം ഞാൻ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു ആദ്യമേ. പാടം ചെന്നിട്ട് പാടം വഴി നേരെ അങ്ങ് ഏതെങ്കിലും വേറെ ഏതെങ്കിലും വഴി കൂടെ, ഞാൻ പോകാത്ത വഴി കൂടെ നേരെ പുനലൂർ പോകുന്ന വഴി ചാടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പാടം എത്തിയപ്പോഴാണ് വിചാരിച്ചേ ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് വെള്ളം തെറ്റിയിലൂടെ വന്നേക്കാന്ന് വെച്ചു. ഈ സ്ഥലമാണ് വെള്ളം തെറ്റി കേട്ടോ. വെള്ളം തെറ്റി എന്ന് പറഞ്ഞ സ്ഥലം. വീടുകളൊക്കെ ഉണ്ട്. കുറച്ച് ഭാഗത്ത് വനമാണെങ്കിലും ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ഈ വഴി നേരെ കഴിഞ്ഞാൽ വീടുണ്ടോ അറിഞ്ഞുകൂടാ. എന്തായാലും ഓഫ് റോഡാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സമയത്ത് ഞാൻ ഓഫ് റോഡ് ബൈക്ക് മേടിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഈ വഴിയായിരിക്കും ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. അപ്പോൾ നമുക്ക് തിരിച്ച് പോകാം കേട്ടോ. തിരിച്ച് നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച മാർഗ്ഗം കേട്ടോ. കാരണം ഇതിനകത്ത് മറ്റേ ഇത് വരുന്നില്ല. അതുകൊണ്ട് അല്ലാതെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതെ അതെ അതിങ്ങനെ എന്നിട്ട് ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ CID മൂസേ പറയുന്ന പോലെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ റേഞ്ചില്ല കേട്ടോ. റേഞ്ചില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നേരെ പാടം ചെന്നിട്ട് പാടം കഴിഞ്ഞിട്ട് മാങ്കോട് എത്തുന്ന മുമ്പ് വേറൊരു വഴിയുണ്ട് ഇടത്തോട്ട്. ഞാൻ അവിടെ ചെന്നിട്ട് പോകുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, സംഭവമേ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിയുണ്ട് കേട്ടോ. ആ ചെറിയൊരു പാറപ്പുറത്ത് നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ തിരിച്ചു വന്നപ്പം ഈ വഴി കണ്ടത്. പിന്നെന്തായാലും വഴിയുണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഭയങ്കര ലൂസ് കിടുകിടുകിടുന്ന് വെച്ചായിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ആൾക്കാർ കുളിക്കുന്ന സ്ഥലം കേട്ടോ. സംഭവം കൊള്ളാം. വളരെ കുഴികളൊക്കെ എന്താ പറയുക, ഇങ്ങനെ തട്ടായിട്ട് ഒഴുകി പോവാണ്. നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട്. ഇതുവരെ വെള്ളമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ നിറഞ്ഞഴിക്കും ഒഴുകുന്നത്. ഈ കാണുന്ന ആനപ്പുണ്ടോ കേട്ടോ. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ സൂക്ഷിച്ചും കണ്ടും വരിക. ഇതൊക്കെ ആനപ്പുണ്ടാണ്. ഇന്നലത്തെയാണെന്ന് തോന്നുന്നു. അങ്ങോട്ടായപ്പം ഞാൻ ഇവിടെ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. തിരിച്ചെന്നപ്പോഴാണ് നല്ലോണം ശ്രദ്ധിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കയറി വരെ ചെറിയൊരു വഴിയുണ്ടെന്ന്. അങ്ങോട്ട് പോയി നോക്കിയായിരുന്നു. അപ്പം വഴിയൊന്നും ഇല്ലാതെ കിടന്നപ്പം വിചാരിച്ചാൽ നേരെ പോയി വെള്ളം തെറ്റി എന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ചിരിപ്പം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേ. അങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി. പറങ്ങാവ് കേട്ടോ. പറങ്ങാവ് തോട്ടമാണ് ഇതെല്ലാം. പാടം എന്ന സ്ഥലത്തെ പറങ്ങാവ് തോട്ടം. പറങ്ങാവ് തോട്ടമുണ്ട്, റബ്ബറും തോട്ടമുണ്ട്, പിന്നെ മല കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ബോർഡർ ഫുള്ള് മലയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ ചക്രയുഗം എന്ന് പറയത്തില്ലേ, ഫുള്ളും ചുറ്റും വനമാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ ഈ പറങ്ങാവ് തോട്ടവും വീടും അതുപോലെ സംഭവങ്ങളൊക്കെ. അങ്ങനെ മാങ്കോട് എത്തി ഗൈസ്. നമ്മളിവിടെ ഇടത്തോട്ട് തിരിയണം. ഇല്ല ഒന്നുമില്ലല്ലോ, നേരെ ഒന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. ഈ വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ റോഡിൽ കൂടെ വരുമ്പോഴേ അത് നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു വ്യൂ പോയിൻ്റ്, ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, നല്ല രീതിയിലുള്ള വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡും കൊള്ളാം.
ഇവിടെയൊക്കെ റബ്ബർ തൈ നട്ടേക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇത് റബ്ബറൊക്കെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഒരുമാതിരി മൂകത പിടിച്ച് ഇരുട്ടായിരിക്കും. നമ്മളിപ്പം കാണുന്നത് ഒരു ഗ്രൗണ്ടാണെങ്കിൽ സത്യം പറഞ്ഞ ഗ്രൗണ്ടല്ല കേട്ടോ, ഇത് കനാലാണ്. ഞാൻ കാണിച്ചു തരാം. പിള്ളേരേക്കുന്നെല്ലാം കനാലിൻ്റെ പുറത്താണ്. ആ പയ്യന്മാരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം കനാലിൻ്റെ മുകളിലാണ്. കനാലിൻ്റെ മുകളിലാണ് നല്ല വിശാലമായ ഒരു ഗ്രൗണ്ടും. സത്യം പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ തിരിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ പിള്ളേർ കളിക്കുന്നത് കണ്ടു ഗ്രൗണ്ടിലാണ്. പിന്നെ നോക്കിയപ്പോൾ അടി കൂടെ കനാൽ പോകണം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ പറ്റും ഉണ്ടോ? വലിയ കനാൽ കേട്ടോ, വലിയ കനാൽ ഉണ്ടോ? കനാൽ ഒഴുകി ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ കനാലിൻ്റെ മുകളിലാണ് ഗ്രൗണ്ട്. നല്ല രീതിയിൽ വെള്ളമുണ്ട്. പിള്ളേരവിടെ കളിക്കുന്നു നോക്കിയേ. എന്തായാലും കൊള്ളാമല്ലേ? ഈ വഴി വന്നത് കാര്യമായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റിയില്ലേ? ആ വഴി നമ്മൾ പോകുന്ന വഴി. അപ്പം ഞാൻ അവിടെ നോക്കിയപ്പോൾ ഗ്രൗണ്ട് കണ്ടപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു കനാൽ പോകുന്നത്. കനാൽ പോയപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ അടിയിൽ കൂടെ. എന്നാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് വെച്ച്. കുന്നല എത്തി കേട്ടോ. കുന്നല പുനലൂർ അലിമുക്ക് ഓക്കെ. ഇനി ഇവിടുത്തെ വലത്തോട്ട് പോകണം കേട്ടോ. വലത്തോട്ട് പോയാൽ നേരെ അലിമുക്കിലോട്ട് പോകുന്ന വഴിയാണ്. അലിമുക്കിലെത്തിയിരിക്കുന്നു. അലിമുക്കിലെത്തിയിരിക്കുന്നു. ഞാൻ അലിമുക്കിലെത്തി. ഇതാണ് കാഴ്ച മുക്കടവ് എന്ന് പറയുന്നത്. പുല്ലിലോട്ട് പോകുന്ന വഴിയിലൊരു ആറാട്ടോ. ഫുള്ള് കല്ലാണ്. കയറി കുളിക്കുന്നതാണ്, പക്ഷെ ഒരു വൃത്തിയില്ല. പക്ഷെ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതാണ് മുക്കടവ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ പുനലൂർ. ഇത് പുനലൂർ സ്ഥലത്ത് തന്നെ കേട്ടോ, വലിയ ദൂരമില്ല. ഈ വീഡിയോയുടെ എൻ്റെ നമ്മുടെ പുനലൂർ തൂക്കുപാലത്തിലാണ്. ചരിത്രം ഉറങ്ങുന്ന നമ്മുടെ പാലത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.